നിങ്ങൾക്കൊക്കെ എന്ത് നാണമുണ്ടോ? നിങ്ങൾക്ക് ഒരു പെൺകുട്ടീന്റെ വസ്ത്രം ഈ 2026 ഒരു പെൺകുട്ടീന്റെ വസ്ത്രം വെച്ച് അവളെ അളക്കാനും അവളെ സ്ലക്ഷ്യം ചെയ്യാനും നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട്? നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട്? നിങ്ങൾക്ക് ഒരു അധികാരവും ഇല്ല. നിങ്ങളുടെ ഈ ഔലിയാക്കന്മാര് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ആ ഉപ്പുപ്പാനെ കണ്ടാൽ, ആ ഔലിയ ഉപ്പുപ്പാനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുളിച്ചതായിട്ട് തോന്നില്ല, പല്ല് തേച്ചതായിട്ട് തോന്നില്ല, നിസ്കരിച്ചതായിട്ട് തോന്നില്ല. പൊന്നുമക്കളെ, നിങ്ങൾ ഈ പെൺകുട്ടി ആരാ നിങ്ങൾക്ക് മനസ്സിലാക്കാത്തത് കൊണ്ട് നിങ്ങളുടെ ആ നിഷ്കളങ്ക ഭാവം കൊണ്ട് നിങ്ങൾ ചെയ്യുന്നതാണ്. ഇത് വർത്തമാനകാല കേരളത്തിൻ്റെ ഒരു നവോത്ഥാന നായികയാണെന്ന്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ ഒരു നവോത്ഥാന നായികയാണെന്ന് ചില തട്ടം വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും. അങ്ങനെ വിചാരിക്കുന്ന ആളുകൾക്ക് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഈ നവോത്ഥാന നായികയ്ക്ക് പിന്നിൽ ചില ആളുകളുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടോ? അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് ഇൻസ്റ്റയിലും അതേപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ മുസ്ലിം യുവതികളെ ഈ ഉസ്താദുമാർക്കെതിരെ തിരിയുക, ഇസ്ലാമിനെതിരെ തിരിയുക. ഇതിൻ്റെ പിന്നിൽ വലിയ അജണ്ടയുണ്ടോ സംശയമുണ്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു വീഡിയോ, ഒരു നാദിയ എന്ന് പറയുന്ന ഒരു ലേഡിയുടെ വീഡിയോ. അവർ ഔലിയാക്കളെ കുറിച്ചിട്ട്, ഇസ്ലാമിനെ കുറിച്ച് എന്തൊക്കെയാണ് അവർക്ക് വ്യക്തിപരമായ വിരോധം, അൻസാരി സുഹൈരി ഉസ്താദിനുള്ളൊരു വിരോധമായിരിക്കാം. പക്ഷേ അവർ അഡ്രസ്സ് ചെയ്യുന്നത് ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തിനെ കൊച്ചാക്കിക്കൊണ്ടാണ്. ഇസ്ലാം മതത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഈ നാദിയ എന്ന് പേരുള്ള ഈ ഇൻഫ്ലുവൻസർ ചെയ്യുന്നത്. പല വീഡിയോയിലും ഇത്തരക്കാരെ സപ്പോർട്ട് ചെയ്തിട്ട് ആരിഫ് ഹുസൈൻ സംസാരിക്കുന്നത് കാണാം. നാദിയയുടെ വീഡിയോ ഒന്ന് കാണുക ആദ്യം. എന്തുകൊണ്ടാണ് ഈ മതത്തിലെ പെൺകുട്ടികൾ മതം വെറുക്കാൻ കാരണമാണ്? നിങ്ങളെപ്പോലുള്ള ആളുകളാണ്. നിങ്ങളെപ്പോലുള്ള ആളുകൾ ഈ പെൺകുട്ടിയുടെ ഈമാൻ അളക്കാൻ വരുന്നത്, അവളെ സ്ലക്ഷ്യം ചെയ്യുന്നത്, അവളുടെ വസ്ത്രസ്വാതന്ത്ര്യം, അവളുടെ വസ്ത്രം വെച്ച് അവളെ അളക്കുന്നത്, അവൾ നാടിയാലോ പാടിയാലോ അവൾ അങ്ങേയറ്റം അവളുടെ ഉപ്പുപ്പാനെ വരെ വിമർശിക്കുന്നതിന്. മനസ്സിലായോ? ഇത് ശരിയല്ല. നിങ്ങൾക്കൊക്കെ എന്ത് നാണമുണ്ടോ? നിങ്ങൾക്ക് ഒരു പെൺകുട്ടീന്റെ വസ്ത്രം ഈ 2026 ഒരു പെൺകുട്ടീന്റെ വസ്ത്രം വെച്ച് അവളെ അളക്കാനും അവളെ സ്ലക്ഷ്യം ചെയ്യാനും നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട്? നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട്? നിങ്ങൾക്ക് ഒരു അധികാരവും ഇല്ല. നിങ്ങളുടെ ഈ ഔലിയാക്കന്മാര് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ആ ഉപ്പുപ്പാനെ കണ്ടാൽ, ആ ഔലിയ ഉപ്പുപ്പാനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുളിച്ചതായിട്ട് തോന്നില്ല, പല്ല് തേച്ചതായിട്ട് തോന്നില്ല, നിസ്കരിച്ചതായിട്ട് തോന്നില്ല. ഇവിടെ ഔലിയ ഇവിടെ കിടന്നുറങ്ങുമ്പോ അവിടെ പിന്നെ എന്താ പറയുക, മക്കയിൽ ചെന്നിട്ട് ഹറമിൽ ചെന്നിട്ട് തോഫ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ആളുകള്. ഇത്രയൊക്കെ പിന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാമെങ്കിൽ നിങ്ങൾക്ക് ആ വിശ്വാസത്തിലെങ്കിലും നിങ്ങൾ ജീവിച്ചു പോകുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള പിന്നെ കഥകൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൗമിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ? ഏകദേശം ഇവരുടെ ശൈലി മനസ്സിലായല്ലോ. ഞാൻ ഇവരുടെ വീഡിയോ ആദ്യം കാണുന്നത് ഈ മറ്റേ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിനെ കുറിച്ചിട്ട് ഇവരൊരു നല്ല വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഞാൻ കരുതി പൊതു കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയിലും അതിൻ്റെ ഒരു മൊറാലിറ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരാളാണ്. പിന്നെ ഇവരുടെ ശൈലി മാറി. ഇസ്ലാമിനെ കളിയാക്കുക, ഉസ്താദുമാരെ കളിയാക്കുക, അങ്ങനെ കളിയാക്കി കഴിഞ്ഞാൽ ഭയങ്കര റീച്ചാണ്. ഇതേപോലെ ഒരുപാട് മുസ്ലിം യുവതികൾ വേറെയുണ്ട്. മദ്രസ 10ാം ക്ലാസ്സൊക്കെ വരെ പഠിച്ചൊരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഉസ്താദുമാരെ വയലിൻ്റെ മോഡലിൽ കളിയാക്കുക. ഇങ്ങനെ കളിയാക്കുമ്പോൾ ഇവരെ കൈയടിക്കാൻ വേണ്ടി ഉഷാറായടാ, നിങ്ങളെപ്പോലെയുള്ള ആളുകളാണ്, ചുണക്കുട്ടികളാണ് ഇസ്ലാമിന് ആവശ്യം, ഇതുപോലെയുള്ള കള്ളനാണയങ്ങളെ വേർതിരിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പിന്തുണയാണ് ഇവർക്ക്. ഇവർ ചെയ്യുന്ന അബദ്ധം എന്താണെന്ന് ഇവർക്ക് മനസ്സിലാവണില്ല. ഇവർ ഇരിക്കണ കൊമ്പ് വെട്ടുന്ന ആളുകളുടെ ഒരു അവസ്ഥയാണ് ഇവരുടെ പിന്നിൽ മറ്റു പല താല്പര്യക്കാരാണ്. ഇവർക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയോ? ഇവർ ചെയ്യുന്നത് എന്തോ ഒരു വലിയൊരു പരിഷ്കർത്താക്കളുടെ ജോലിയാണെന്ന്. എന്ത് പരിഷ്കർത്താക്കളുടെ? ഒരു മതത്തിനെയോ അതിൻ്റെ ആചാരങ്ങളെയോ അതിൻ്റെ പണ്ഡിതന്മാരായ ആളുകളെയോ പരിഹസിച്ചിട്ടോ അധിക്ഷേപിച്ചിട്ടോ ഒരു പരിഷ്കരണവും നടപ്പിലാക്കാനും പോണില്ല. അതിനുള്ളൊരു കോമൺ സെൻസ് പോലും ഇവർക്കില്ല. ഇവർക്കൊരു കൃത്യമായ മറുപടി കൊടുക്കുന്നുണ്ട് അൻസാരി സുഹൈരി ഉസ്താദ്. എനിക്ക് ആ മറുപടി ഭയങ്കര ഇഷ്ടമായി. മനസ്സിലായോ? ഇത് ശരിയല്ല. നിങ്ങൾക്കൊക്കെ എന്ത് നാണമുണ്ടോ? നിങ്ങൾക്ക് ഒരു പെൺകുട്ടീന്റെ വസ്ത്രം ഈ 2026 ഒരു പെൺകുട്ടീന്റെ വസ്ത്രം വെച്ച് അവളെ അളക്കാനും അവളെ സാക്ഷ്യം ചെയ്യാനും നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട്? സഗൗരവം നിങ്ങളോട് പറയണം, ഒരു കാരണവശാലും ഈ പെൺകുട്ടിയെ നമ്മൾ എന്റർടൈൻ ചെയ്യരുത്. നിഷ്കളങ്കരായ കുറേ മുസ്ലിമീങ്ങൾ ഇവിടെ കമന്റ് ബോക്സിൽ പോയി ഇവരെ നന്നാക്കാമെന്ന് ശ്രമിച്ചിട്ട്, ഉപദേശിക്കാമെന്ന് ശ്രമിച്ചിട്ട് മറ്റു ചില ആളുകൾ പോയി തെറിയും വിളിക്കുന്നുണ്ട്. പൊന്നുമക്കളെ, നിങ്ങൾ ഈ പെൺകുട്ടി ആരാ നിങ്ങൾക്ക് മനസ്സിലാക്കാത്തത് കൊണ്ട് നിങ്ങളുടെ ആ നിഷ്കളങ്ക ഭാവം കൊണ്ട് നിങ്ങൾ ചെയ്യുന്നതാണ്. ഇത് വർത്തമാനകാല കേരളത്തിൻ്റെ ഒരു നവോത്ഥാന നായികയാണെന്ന്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ ഒരു നവോത്ഥാന നായികയാണെന്ന് ചില തട്ടം വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും. അങ്ങനെ വിചാരിക്കുന്ന ആളുകൾക്ക് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഈ നവോത്ഥാന നായികയ്ക്ക് പിന്നിൽ ചില ആളുകളുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടോ? നമ്മുടെ ഫ്രണ്ടാണ് ആ പെൺകൊച്ച്. ആ പെൺകൊച്ച് ഇസ്ലാം മതത്തിനെതിരെ പറഞ്ഞപ്പോഴത്തേന് ആ പെൺകൊച്ചിനെ ഒരുമാതിരി ഭീഷണി തന്നെയാണ് അൻസാരി ചെയ്തിരിക്കുന്നത്. അവൻ്റെ വീഡിയോയിൽ എല്ലാവരും പറ്റുന്നവർ വന്നിട്ട് അൻസാരിയുടെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പൂര തെറി വിളിച്ചത്. കാര്യം വ്യക്തമായി മനസ്സിലാകാത്തവരോട് പറയാണ്, ഇതിൽ വോയിസ് വിട്ടത്
പോളണ്ട് മച്ചാൻ എന്ന് പറയുന്ന ഷോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഒന്നാം തരം ക്രിസംഗിയാണ്, മുസ്ലിം വിരുദ്ധനാണ്. അയാളുടെ ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാണ്. ഇത്രയും മാനസിക വൈകല്യമുള്ള മനുഷ്യൻ പറയാണ് അവരുടെ ഗ്രൂപ്പിൽ, നാദിയ ഖദർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടിയാണ്, നമ്മുടെ സ്വന്തം പെങ്ങളാ, നമ്മുടെ കുട്ടിയാണ്. അപ്പൊ അവർക്കെതിരെ അൻസാരി സൂരി എന്തോ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മറുപടി പറയണമെന്നല്ല പറഞ്ഞത്, പോയി പച്ചത്തെറി വിളിച്ചോളാൻ പറഞ്ഞു. ഇത്രയും മാനസിക വൈകല്യമുള്ള മനുഷ്യന്മാരുടെ ഒരു സംഗമ കൂട്ടായ്മ ആണ് അതിന്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ് ഇവരൊക്കെ. അപ്പൊ ഇവര് ഇപ്പൊ നമ്മുടെ സമുദായത്തിൽ ഇങ്ങനെ തട്ടമൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് അഭിപ്രായങ്ങൾ പറയുമ്പോഴത്തേക്കും ഏതോ ഒരു പെൺകുട്ടി നിഷ്കളങ്കമായി പറയുന്നു, അവരുടെ തെറ്റിദ്ധാരണയാണെന്ന് തിരുത്താൻ ഒരു കാരണവശാലും തിരുത്താൻ പോകരുത്. ഖത്തമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ അബ്സാരിഹിം എന്ന് പറഞ്ഞില്ലേ, ഈ കണ്ണും കാതും ഹൃദയമൊക്കെ അടക്കപ്പെട്ട മനുഷ്യരുണ്ടല്ലോ, ആ കാറ്റഗറിയിൽപ്പെട്ട മനുഷ്യരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോക്കൂ, ഈ പെൺകുട്ടി TG മോഹൻദാസിനെതിരെ പറഞ്ഞ ഒരു ക്ലിപ്പ് ഇവിടെ കേൾപ്പിക്കുകയാണ്. കണ്ടല്ലോ അല്ലേ? ഈ ക്ലിപ്പിന്റെ വ്യൂസ് എത്ര നിങ്ങൾക്കറിയോ? നോക്കൂ, കേവലം 19K അത്രേ ഉള്ളൂ. ഇനി ബാക്കി ഇസ്ലാം മത പണ്ഡിതന്മാരുടെയും ഇസ്ലാം മതത്തിനകത്തുള്ള പല കാര്യങ്ങളെയും വിമർശിച്ചു കൊണ്ടിരിക്കുന്ന വീഡിയോ ലക്ഷക്കണക്കിന് വ്യൂസാണ്. അപ്പം കളി അറിയാം, കളവും അറിയാം. ഈ വീഡിയോ സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും കൂടുതൽ കണ്ട നമ്മൾ മുസ്ലിം സമൂഹമായിരിക്കും. എന്താണ് പറയുന്നറിയാൻ വേണ്ടി ഇങ്ങനെയുള്ള ആളുകളെ പൂർണ്ണാർത്ഥത്തിൽ നമ്മൾ ഒഴിവാക്കണം എന്നുള്ളതാണ്. മോനെ, എല്ലാ കാലഘട്ടത്തിലും തസ്ലീമ നസറിന് ഉണ്ടായിട്ടുണ്ട്. എല്ലാ കാലഘട്ടത്തിലും തസ്ലീമ നസറും പല രൂപത്തിൽ പല ഭാവത്തിൽ വരും. ഇവരൊക്കെ സമൂഹത്തിൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തെ അവർക്ക് പരിവർത്തനപ്പെടുത്താൻ പറ്റുന്നുണ്ടോ? ഇവരുടെ വീഡിയോ കണ്ട ഒരു മനുഷ്യൻ അവരുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിട്ട് എന്തെങ്കിലും ഒരു നന്മയുടെ വാക്താക്കളായിട്ട് മാറിയിട്ടുണ്ട്? ഇല്ല. ഇവർക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഇവർ ഓരോ ദിവസവും ഇവർ തന്നെ ടോക്സിക് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മറ്റുള്ളവർ ഓർത്തുകൊണ്ട് ഇപ്പം ചോദിക്കേ, ഈ നാദിയ ഖദറോ തസ്ലീമ നസറോ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നുണ്ടോ? ഇന്നലെ ഞാൻ ആലോചിക്കാണ്, ശ്രീകല എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഇന്നലെ ഇവിടെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ അവരുടെ കുടുംബസമേതം ഇവിടെ വന്നിരുന്നു. എഴുത്തുകാരിയാണ്, ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ വന്ന് ഭക്ഷണം കഴിച്ച് നമ്മളുമായിട്ട് സന്തോഷിച്ചെല്ലാം കഴിഞ്ഞിട്ട് അവർ പോകുമ്പോൾ പറയുന്നൊരു മറുപടി എന്ന് പറഞ്ഞാലേ, ഇവരൊക്കെ മനസ്സിലാക്കിയത് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ആളുകളാണെന്ന്. അല്ല, നമുക്ക് നമ്മുടെ ലൈഫ്, നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, ഇങ്ങനെ തുടങ്ങി നമ്മുടേതായ ഒരു ലൈഫ് സർക്കിളിൽ നമ്മൾ വളരെ സന്തുഷ്ടരാണ്. പക്ഷേ ഒരു മിനിറ്റ് പോലും ഇവരാരും മനസ്സമാധാനം അനുഭവിക്കുന്നില്ല എന്നുള്ളത്. വേറൊന്നും കൊണ്ടല്ല, 24 മണിക്കൂർ നമ്മളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. മുസ്ലിം പെൺകുട്ടികൾ അനുഭവിക്കുന്ന യാതനകൾ, മുസ്ലിം പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു യാതന ഉള്ളതായിട്ട് അവർക്ക് അനുഭവപ്പെടുകയോ അങ്ങനെ വാതുറന്ന് പറയാൻ കഴിയുന്ന ആളുകൾ ഇവിടെ ഉണ്ടല്ലോ. അത്ര ടോക്സിക്കായ മനുഷ്യരെ കമന്റ് ബോക്സിൽ പോയി ഉപദേശിക്കാമെന്നും പരിവർത്തനപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് വെറുതെ വിഫല ശ്രമത്തിന് വേണ്ടി നമ്മൾ നിൽക്കണ്ട. അവർ ആ വഴിക്ക് വിടുക. ഇതിനൊക്കെ ഒരു ടൈമുണ്ട്. ഇതിന് ഇപ്പം ഇന്നിപ്പം രാമസിംഹന്റെ ഇന്റർവ്യൂ വന്നിട്ട് നിങ്ങൾ കണ്ടു കാണും. രാമസിംഹൻ അദ്ദേഹത്തിന്റെ നിസ്സഹായത കണ്ട ആ പേരൊന്ന് മാറിയപ്പം രാമസിംഹൻ അലി അക്ബർ എന്നുള്ള പേരിൽ നിന്ന് രാമസിംഹനിലേക്ക് മാറിയപ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന ഇപ്പോഴത്തെ ഒരു മാനസിക ബുദ്ധിമുട്ട് അദ്ദേഹം ഇന്റർവ്യൂ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ കുറെ ആളുകൾ രംഗത്ത് വരും. അവരെ സംബന്ധിച്ചിടത്തോളം റീച്ച്, അതിൽ നിന്ന് കിട്ടുന്ന ഏണിങ്, ഇതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട വിഷയം. നമ്മൾ അതിന് പാത്രമായി നിൽക്കരുത്. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോ കഴിഞ്ഞാൽ ഉടനെ ഒഴിവാക്കുകയാണ്. അവരെന്തും പറഞ്ഞോട്ടെ, അവരെന്ത് ചെയ്തോട്ടെ, നമ്മളതിന് മറുപടി പറയാനേ നിൽക്കരുത്. നമ്മൾ അവരെ ശ്രദ്ധിക്കാനേ പോകരുത്. അങ്ങനെ ശ്രദ്ധിക്കാതെ പോലും ഇന്നലെ ഹക്കീം ഉസ്താദ് പറഞ്ഞതുപോലെ വിദ്വേഷികൾ അവർ പരാജയപ്പെട്ടു പോകും. അവർക്ക് ഒരു കാരണം വെച്ചാൽ വിജയിക്കാൻ കഴിയില്ല. അവരത് പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ. നമുക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്തം നമ്മൾ മാറിപ്പോരുത്. നമ്മുടെ ഉത്തരവാദിത്തം മുടങ്ങും, നമ്മൾ ചെയ്യേണ്ട ദൗത്യം മുടങ്ങും, നമ്മൾ ഇവരെ പിന്നാലെ പോകും. അതുകൊണ്ട് പൂർണ്ണാർത്ഥത്തിൽ ഇത്തരം ജന്മങ്ങളെ ഒഴിവാക്കി വിടുക എന്നുള്ളതാണ്. നമ്മുടെ ഫീൽഡിൽ വന്നാൽ ഒഴിവാക്കി വിടുക എന്നുള്ളതാണ്. ആരിഫ് ഹുസൈൻ്റെ ഫീമെയിൽ വെർഷനാണെന്ന് മനസ്സിലാക്കി ഒഴിവാക്കുക. പെണ്ണുങ്ങളെ ഇങ്ങനെ ഈ സ്ലക്ഷ്യം ചെയ്യാൻ പാടില്ല എന്ന്, അനാവശ്യം പറയാൻ പാടില്ല എന്ന് നിങ്ങളുടെ വിശ്വാസത്തിനെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ അവരെ വിമർശിക്കാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാണ്ട് ഒരു പെണ്ണൊരു കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്കും അവൾ അങ്ങേയറ്റം അധിക്ഷേപിക്കാനും അധിക്ഷേപിച്ച് ഇട്ട് കൊടുക്കാനായിട്ട് ഞാനൊന്നും പറഞ്ഞില്ല രാമനാരായണ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നതല്ല നിങ്ങളുടെ എന്താ പറയുന്നത്, നിങ്ങളുടെ അന്തസ്. മറ്റൊരു നബിദിനത്തിന് ഞാൻ നബിദിനം നടത്തണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. നബിദിനത്തിന്റെ പിന്നെ എന്താ പറയാ, അതിന്റെ ആഘോഷങ്ങൾ ലളിതമാക്കുക,
ഈ കുറെ തോന്നിയാസ നബിദിന റാലിയിൽ നടക്കുന്നുണ്ട്. ആ തോന്നിയാസങ്ങൾ ഒഴിവാക്കാനാ പറഞ്ഞത്, അല്ലാണ്ട് നടത്തണ്ടെന്നോ ആഘോഷിക്കണ്ടെന്നോ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അതിന്റെ പേരിൽ എടുത്ത് റിയാക്ട് ചെയ്തിട്ട് കുറെ അല്ലവലാദികളായിട്ടുള്ള ആളുകൾ, എനിക്ക് അങ്ങനെ തന്നെ ഞാൻ പറയും, അല്ലവലാദികളായിട്ടുള്ള പെണ്ണുങ്ങളെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണോ എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കണം. പെണ്ണുങ്ങളുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് അവളെ ലിപ്സ്റ്റിക് ഇട്ടോന്നും അവൾ എന്തിട്ടെന്ന് പറഞ്ഞിട്ട് അവളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാനും അവളുടെ ഈമാനെ ചോദ്യം ചെയ്യാനും അല്ല നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ കൗമിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എങ്ങനെ ഒരു പെണ്ണിനെടുത്ത് മാന്യമായിട്ട് സംസാരിക്കണമെന്നുള്ളത്. അതാണ് നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? നാണമില്ലാത്ത വർഗ്ഗങ്ങൾ, അറപ്പ് തോന്നുന്നു. ചുമ്മാതല്ല ഇസ്ലാം മതശരീയെ പോലുള്ള ആളുകൾ ഉണ്ടായത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഈ പിന്നെ എന്താ പറയുന്നത്, നിരീശ്വരവാദികളോ അല്ലെങ്കിൽ RSSകാരോ അല്ലെങ്കിൽ BJPക്കാരോ ക്രിസ്തംഗികളോ മറ്റുള്ള ആളുകളോ ഒന്നും വേണ്ട ഇസ്ലാമിനെ വിമർശിക്കാനായിട്ട്. നിങ്ങളെ പോലുള്ള ഒസ്താക്കന്മാരുടെ എന്താ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ, സ്ത്രീകളെ അധിക്ഷേപിച്ചുള്ള സ്റ്റേറ്റ്മെന്റുകൾ, ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ വിളിച്ചു പറയുന്ന ലൈംഗികത, സ്ത്രീ എന്ന് പറയുന്നത് ഇത് മാത്രമേ നിങ്ങൾക്ക് സംസാരിക്കാനുള്ളൂ. മറ്റുള്ള സാമൂഹ്യ വിഷയങ്ങൾ നിങ്ങൾ സംസാരിക്കാത്തതുകൊണ്ട് ട്രോള് കിട്ടുവാണോ? നിങ്ങളാണ് അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ കുഴി കൊണ്ടുവന്നു. നിങ്ങളാണ് ഇസ്ലാമിനെ വിൽക്കുന്നത്, നിങ്ങളാണ് ഇസ്ലാമിനെ വെറുപ്പിക്കുന്നത്, അല്ലാണ്ട് പുറത്തുനിന്ന് വന്ന ഒരു മനുഷ്യരും അല്ല. സ്റ്റുപ്പിഡ്സ്. ഒരു കാര്യം ഞാൻ പറയാം, ഇനി വരുന്ന കാലയളവിൽ ഇതുപോലെയുള്ള ഒരുപാട് മുസ്ലിം പെൺകുട്ടികൾ തട്ട വിട്ടിട്ടുള്ളതും കാണാം, തട്ട ഇടാത്ത ആൾക്കാരും കാണാം. ഇസ്ലാമിനെ ചുറ്റുപാട് നിന്നും കയറി വലിക്കും. ഇസ്ലാമിനൊരു കുഴപ്പം വരാൻ പോണില്ല. ഏതെങ്കിലും ഉസ്താദുമാരെ പ്രഭാഷണങ്ങളിലെ പിഴവുകളോ അല്ലെങ്കിൽ അവരുടെ ശൈലി പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സന്ദർഭത്തിൽ അടർത്തിയെടുത്തിട്ടൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. ഇവർ ചെയ്യുന്നതിൻ്റെ പരുക്ക് കൊണ്ട് നിൽക്കുന്നത് ഏതിനാണ്? ഇസ്ലാം മതത്തിനാണ്. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താണ്? സാമൂഹിക മാധ്യമങ്ങളിൽ ഇസ്ലാമിനൊന്ന് അപകീർത്തിപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ വലിയ ആൾക്കാരാണ്, ഞങ്ങൾ ഭയങ്കര സംഭവമാണെന്ന് തോന്നിപ്പിക്കുക. അങ്ങനെ ഒരു സംഭവമല്ല. ഇവർ പരിഷ്കരണവാദികളെന്ന് സ്വയം അവകാശപ്പെടുന്ന ഇത്തരം ഇൻഫ്ലുവൻസർമാരെ കൊണ്ട് സമൂഹത്തിനോ ഇസ്ലാമിനോ വല്ല ഗുണമുണ്ടോ? എനിക്കൊരു ഗുണമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. വേറെ ചില മതങ്ങളിലൊക്കെ, ഇപ്പോൾ ഹൈന്ദവ മതങ്ങളിലൊക്കെ ചില ഇൻഫ്ലുവൻസർമാരെ കാണാം. അവരുടെ മതങ്ങളിലെ ഐക്കണുകളെ അല്ലെങ്കിൽ അവരുടെ പുണ്യസ്ഥലങ്ങളെയൊക്കെ മനോഹരമായിട്ട് അതിൻ്റെ കഥകളും മിത്തുകളും ചരിത്രങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് വർണ്ണിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ലേഡികളെ കാണാം, നല്ല വിദ്യാസമ്പന്നരായ ആളുകൾ. പക്ഷേ ഇസ്ലാമിലേക്ക് വരുമ്പോൾ കുറച്ച് വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് ഈ മതം ഒരു പഴഞ്ചനും, മതാധ്യാപകരായ ആളുകൾ വളരെ മോശക്കാരുമാണ്. മതാധ്യാപകരുടെ വാക്കിലോ പ്രവൃത്തിയിലോ കുറ്റങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിച്ചോളൂ. പക്ഷെ അത് മതത്തിനെ അധിക്ഷേപിച്ചുകൊണ്ടോ പരിഹസിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മോശമാണെന്ന് പറഞ്ഞുകൊണ്ടോ ആകരുത്. ഹൈന്ദവ മതങ്ങളിൽ നിങ്ങൾ ഇതുപോലത്തെ സ്ത്രീകളെ കാണലുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. അവരവരുടെ മതങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും. മതം പഠിച്ചവരാണെങ്കിൽ, അറിഞ്ഞവരാണെങ്കിൽ, ഹൈന്ദവ ദർശനം അറിഞ്ഞവരാണെങ്കിൽ അവർ റെസ്പെക്റ്റ് ചെയ്യുള്ളൂ. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം അൻസാരി സുഹൃസ്താവ് പറഞ്ഞ പോലെ ഈ മറ്റുള്ളവരൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ റീച്ച് കുറവാണ്. മുസ്ലിങ്ങളെ പറഞ്ഞാൽ നല്ല റീച്ച് കിട്ടും. ആ റീച്ചാണ് ഇവരുടെ മെയിൻ. അങ്ങനെ നിറഞ്ഞു നിൽക്കുക. ഇബ്ലീസ് ഇവർക്ക് തോന്നിക്കും അവർ ചെയ്യുന്ന കാര്യം വളരെ മനോഹരമാണ്, നല്ല കാര്യമാണെന്ന്. പക്ഷേ അവരവരുടെ തന്നെ സ്വയം കുഴിതോണ്ടുകയാണെന്നുള്ളത് കുറേ കഴിയുമ്പോഴേ മനസ്സിലാവും. ഞാനിന്ന് ചോദിക്കുന്നൊരു ചോദ്യം, മദീനയുടെ പഴയൊരു പേരുണ്ട്. മദീനയുടെ പഴയ പേര് ഞാൻ മുമ്പ് ചോദിച്ച ചോദ്യം തന്നെയാണ്, പക്ഷേ ഇത് റബീഉൽ അവ്വലൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. മദീനയുടെ പഴയ പേരെന്തായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ആ ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.